ഈ വന്ധ്യതയ്ക്കുള്ള ചികിത്സാ രീതികൾ എന്തെല്ലാമാണ്? ഇപ്പോൾ നൂതന ചികിത്സാ മാർഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരുപാടുണ്ടല്ലോ. അപ്പം എന്തെല്ലാമാണ്? അതുപോലെ ഇതിന് പരിഹാരം എന്താണ്? വന്ധ്യതയ്ക്ക് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. അത് എന്താണ് വന്ധ്യതയുടെ കാരണം എന്ന് ഡിപ്പെൻഡ് ചെയ്താണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ നിർദ്ദേശിക്കുന്നത്. ചില ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ, അതായത് ഇപ്പോൾ ഓവുലേഷൻ നടക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഓവുലേഷൻ ആകാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസും ടാബ്ലറ്റ്സ് ഇഞ്ചെക്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും സ്ത്രീയുടെ പ്രായം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു 20 വയസ്സുള്ള അല്ലെങ്കിൽ 25 വയസ്സുള്ള സ്ത്രീക്കും 35 വയസ്സുള്ള സ്ത്രീക്കും നമ്മൾ നിർദ്ദേശിക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അവരുടെ പ്രായത്തിനനുസരിച്ചും അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഇതുവരെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെ എടുത്തിട്ടുണ്ട് എന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ നിർദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഓവുലേഷൻ വരാൻ വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ്സ് കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. ഓവുലേഷൻ ഇൻഡക്ഷൻ എന്ന് പറയും. എന്നിട്ട് നോർമലായിട്ട് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണത്. മറ്റൊരു മൊഡാലിറ്റി എന്ന് പറയുന്നത് ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ അല്ലെങ്കിൽ IUI എന്ന് പറയും. പ്രത്യേകിച്ച് ഈ ട്രീറ്റ്മെൻറ്റ് ഉപകാരപ്പെടുന്നത് പുരുഷന്മാർക്ക് ബീജപരിശോധനയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ, ബീജത്തിൻ്റെ ചലനശേഷി കുറവോ അല്ലെങ്കിൽ നല്ല ബീജങ്ങളുടെ അളവ് കുറവുണ്ടാവുകയോ, അല്ലെങ്കിൽ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട്, അതായത് ഈ വന്ധ്യതയുടെ കാരണം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലും IUI പോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് യൂസ്ഫുൾ ആണ്. പിന്നെ ചിലരിൽ ലാപ്രോസ്കോപ്പി നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്. ലാപ്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും യൂട്രസിൻ്റെ അകത്തോ അല്ലെങ്കിൽ യൂട്രസിന് പുറത്തോ ഉള്ള പ്രശ്നങ്ങൾ നമുക്ക് ഡയറക്റ്റ്ലി ഒരു കീഹോൾ വഴി കണ്ടത് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതേ സിറ്റിങ്ങിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും, പ്രത്യേകിച്ച് ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ 100% കണ്ടുപിടിക്കുന്നത് കീഹോൾ സർജറി അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി വഴിയാണ്. എന്തെങ്കിലും ബ്ലോക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സെയിം സിറ്റിങ്ങിൽ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കീഹോളിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഇനി ഈ ട്രീറ്റ്മെൻറ്റ്സിലൊന്നും പ്രഗ്നൻസി ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റ്സിലോട്ട് പോകണം. പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രായം 35 വയസ്സിന് മുകളിലോട്ടാണ്, അവരുടെ അണ്ടങ്ങളുടെ അളവ് കുറവാണ്, പല ട്രീറ്റ്മെൻറ്റ്സും ചെയ്തിട്ടും പ്രഗ്നൻസി ആകാത്തവർ, PCODക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും പ്രഗ്നൻസി ആകാത്തവർ, ബീജപരിശോധനയിൽ ബീജത്തിൻ്റെ അളവ് വളരെ കുറവ് എന്നിങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ IVF ട്രീറ്റ്മെൻറ്റ് അഥവാ ICSI എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് നിർദ്ദേശിക്കാറുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വന്ധ്യതയിൽ നമ്മൾ നിർദ്ദേശിക്കുന്ന ചികിത്സകൾ എന്ന് പറയുന്നത്. ഡോക്ടർ, ഈ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേക ചികിത്സാ രീതികളുണ്ടെങ്കിൽ അതൊന്ന് വ്യക്തമാക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുണ്ട് വന്ധ്യതയ്ക്ക് കാരണമുണ്ടോ? ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് വന്ധ്യതയ്ക്ക് ഒരു പ്രധാന കാരണമുണ്ട്. ഇന്നത്തെ ഏറ്റവും കൂടുതൽ വന്ധ്യത കൂടി വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ജീവിതശൈലിയും അവരുടെ ആഹാര രീതികളുമാണ്. ആഹാര രീതികളിൽ പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡിൻ്റെ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മിക്ക യുവാക്കൾക്കും ഇപ്പോൾ അമിതവണ്ണം അല്ലെങ്കിൽ ഒബീസിറ്റി വളരെ കൂടുതലാണ്. ഒബീസിറ്റി വന്നു കഴിഞ്ഞാൽ സ്ത്രീകളിലും പുരുഷന്മാരിലും അവരുടെ ഫെർട്ടിലിറ്റീനെ ബാധിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാകാം. സ്ത്രീകളുടെ ശരീരത്തിലുള്ള പുരുഷ ഹോർമോൺ കൂടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ PCOD, PCOS എന്നൊക്കെ പറയുന്ന ഓരോ കണ്ടീഷൻസൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് വന്ധ്യതയുടെ ഒരു പ്രധാന കാരണമാണ്. അതുപോലെ തന്നെ പുരുഷന്മാരിലാണെന്നുണ്ടെങ്കിൽ അമിതവണ്ണം കാരണം അവരുടെ ബീജത്തിൻ്റെ നല്ല ബീജങ്ങളുടെ അളവ് കുറയാനും ബീജത്തിൻ്റെ സംഖ്യ കുറയാനും, അതുപോലെ തന്നെ നോർമലായിട്ടുള്ള അവർക്ക് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാനുള്ള ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ഇജാക്കുലേറ്ററി ഡിസ്ഫങ്ഷൻ എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പുകവലി, മദ്യപാനം ഇതൊക്കെ നമ്മുടെ ഫെർട്ടിലിറ്റീനെ ബാധിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. സ്ത്രീകളിലായാലും പുരുഷന്മാരിലായാലും അവരുടെ അണ്ടത്തിൻ്റെയും ബീജത്തിൻ്റെയും ക്വാളിറ്റിയെ നല്ല രീതിയിൽ ബാധിക്കാൻ ഇങ്ങനെയുള്ള അഡിക്ഷൻസൊക്കെ കാരണമാകുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. ശരി ഡോക്ടർ, വ്യക്തമാണ്.